സർക്കാരിൽ ജോലി ചെയ്ത മാധ്യമപ്രവർത്തനം നടത്തിയിരുന്ന ഒരു ചെറിയ എഴുത്തുകാരനും ഇപ്പോൾ PSC മെമ്പറുമായ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്തുക്കളിൽ ഒരാളായ സൈഫ് ചെക്കോള്ളിയുടെ ഒരു കുറിപ്പാണ് ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ആധാരം. എന്തുകൊണ്ട് ഈ കുറിപ്പ് എന്നെ ആകർഷിച്ചു എന്ന് ചോദിച്ചാൽ, സമാനമായ മറ്റൊരു മനുഷ്യൻ്റെ ജീവിതവും കൂടി എനിക്ക് ഈ കുറിപ്പിൽ നിന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ്. ചെറുപ്പത്തിലെ ഐസ് മുട്ടായി കൊതിയില്ലാത്ത, ആ മണിയടിയുടെ സന്തോഷം ആസ്വദിക്കാത്ത മനുഷ്യർ നമ്മുടെയൊക്കെ പ്രായത്തിൽപ്പെട്ടവരുണ്ടാവില്ല. ഒരു സൈക്കിളിൻ്റെ പുറകിലൊരു പെട്ടിയും വെച്ച് അതിൻ്റെ ആ മിഷനിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ ദണ്ടിൽ മറ്റൊരു കമ്പി കൊണ്ട് ശബ്ദം മുഴക്കി പാഞ്ഞു പോകുന്ന ഐസ് മിഠായിക്കാരൻ. അത് കമ്പ് ഐസ്ക്രീമും കോല ഐസ്ക്രീമും എന്നൊക്കെ പറഞ്ഞ് 10 പൈസയ്ക്കും 25 പൈസയ്ക്കും 50 പൈസയ്ക്കും ഒക്കെ വാങ്ങി കഴിച്ചിരുന്നൊരു ബാല്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ ഈ പഴയ കാലമാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട്, അതൊരു തരം, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അങ്ങനത്തെ ചില അനുഭവങ്ങൾ കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊരു പ്രത്യേകത എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു ഇല്ലായ്മക്കാരനെയോ പാവപ്പെട്ടവനെയോ കുടുക്കാൻ തിരിച്ചിറങ്ങുന്ന കൃമികളുടെ കാലഘട്ടം കൂടിയായിരുന്നു, വിഷജന്തുക്കളുടെ കാലഘട്ടം കൂടിയായിരുന്നു. അങ്ങനെ പെട്ടുപോകുന്നവനെ സഹായിക്കാൻ, അവൻ്റെ ദുഃഖം പറയാൻ ഒരു മാർഗവും ഇല്ലാത്തവരുടെ കാലഘട്ടം കൂടിയായിരുന്നു. ഇതുപോലൊരു ഐസ് മുട്ടായിക്കാരനും ഈ അയൽവഴക്കിൻ്റെയും മറ്റു ചില പ്രശ്നങ്ങളുടെയും പേരിൽ ജയിലിൽ അകപ്പെട്ട് മാരകമായ രോഗം ബാധിച്ച് വർഷങ്ങളോളം നഷ്ടപ്പെടുത്തിയ വെറും ശത്രുതയുടെ കഥകൾ ചിലതൊക്കെ എനിക്കും അറിയാം. അതൊന്നും ഞാനിപ്പോൾ തുറക്കുന്നില്ല. പക്ഷേ ഈ മനുഷ്യൻ്റെ കഥ അല്ലെങ്കിൽ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ അതുമായി താരതമ്യപ്പെടുത്തി ചിന്തിച്ചു പോയതുകൊണ്ടാണ് ഇത് പറയണമെന്ന് വിചാരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: 3 തവണ ജീവപര്യന്തം അനുഭവിക്കേണ്ട സമയം വിവിധ മജിസ്ട്രേറ്റ് കോടതികളുടെ വരാന്തകളിൽ കയറിയിറങ്ങിയിട്ടും കാത്തിരുന്നിട്ടും നീതിയുടെ ഐസ് കട്ട ഈ മനുഷ്യന് മുന്നിൽ അലിഞ്ഞില്ല. 5 പൈസയുടെ ഐസ് മിഠായിയിൽ മായം ചേർത്തു എന്ന് ആരോപിച്ചെടുത്ത കേസ് കാർന്നു തിന്നത് മുഹമ്മദ് കുഞ്ഞിൻ്റെ ജീവിതത്തിലെ 37 വർഷങ്ങളാണ്. കൊല്ലം തേവലക്കര സ്വദേശിയായ മുഹമ്മദ് കുഞ്ഞെന്ന 62കാരനെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പരിചയപ്പെടുത്തിയത് ശാസ്താംകോട്ട ബാറിലെ മുതിർന്ന അഭിഭാഷകനായ അർജുൻ കൈതപ്പുഴയാണ്. പത്രപ്രവർത്തകനും അഭിഭാഷകനും എന്ന നിലയിൽ പരസ്പരം അറിയാമായിരുന്നെങ്കിലും ഞങ്ങൾ ഇരുവരെയും കൂടുതൽ അടുപ്പത്തിലാക്കിയത് മുഹമ്മദ് കുഞ്ഞാണെന്ന് പറയാം. മുഹമ്മദ് കുഞ്ഞിനെ ഇയാൾക്ക് 24 വയസ്സുള്ളപ്പോൾ പിടികൂടിയ നിയമമെന്ന നീരാളി അയാൾക്ക് 61 വയസ്സ് കഴിഞ്ഞപ്പോൾ വെറുമൊരു ചണ്ടിയായി ചവച്ചു തുപ്പി. ഇതിനിടയ്ക്കുള്ള 37 വർഷം ആ മനുഷ്യൻ 3 കോടതികളിലായി പ്രതിയുടെ വേഷമിട്ട് സ്വയം ഹോമിക്കുകയായിരുന്നു. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലെന്ന് നമ്മൾ കരുതുന്നതാണ് 5 പൈസ മിഠായി വിലയുണ്ടായിരുന്ന ഒരു ഐസ് മിഠായിയുടെ പേരിൽ ഈ പാവ മനുഷ്യൻ അനുഭവിച്ചു തീർത്തത്. മുഹമ്മദ് കുഞ്ഞിൻ്റെ മരണവിവരം കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത് അഭിഭാഷകനും പ്രോസിക്യൂട്ടറുമായ എൻ്റെ കൂട്ടുകാരൻ K. വിനയകുമാർ പറഞ്ഞാണ്. അവസാനമായി ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വ്യഥ മനസ്സിലുണ്ട്. ഒരു സിനിമാ കഥ പോലെയുള്ള ആ വ്യവഹാര ജീവിതം ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. 1970 മാർച്ച് 26 ഉച്ചയാകുന്നതേ ഉള്ളൂ. കരുനാഗപ്പള്ളിയിലെ ഐസ് ഫാക്ടറിയിൽ നിന്ന് ഐസ് മിഠായിയും എടുത്ത് പെട്ടിയിലാക്കി സൈക്കിളിൻ്റെ പിന്നിൽ വെച്ച് കെട്ടി 20 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി പടിഞ്ഞാറേ കല്ലടയിലെ ചക്കുളത്തുകാവിലെ ഉത്സവ കച്ചവടത്തിന് പോവുകയായിരുന്നു അദ്ദേഹം. ഭാര്യയും 2 കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഇളയ 3 പെങ്ങന്മാരുമുള്ള കുടുംബത്തിൻ്റെ ചോറായിരുന്നു ഈ ഐസ് മിഠായി. അലിഞ്ഞ് വെള്ളമായി മാറും മുമ്പ് ഇവ വിറ്റ് തീർത്ത് പലചരക്ക് കടയിൽ നിന്നും അരിനെല്ലൂർ ചന്തയിൽ നിന്നും അരിയും മീനും മുളകുമൊക്കെ വാങ്ങാൻ കഴിഞ്ഞാലേ അത്രയും പേരുടെ പശി അകറ്റാനാവും. കിതപ്പകറ്റാനും ഒരു കാലിച്ചായ കുടിക്കാനുമായി കാരാളിമുക്കിൽ സൈക്കിൾ നിർത്തി വൈദ്യുതി പോസ്റ്റിൽ ചാരി വെച്ചു. ചായ കുടിച്ചിറങ്ങിയപ്പോൾ കണ്ടത് ഒരാൾ 3 പ്ലാസ്റ്റിക് കൂടുകളിൽ ഐസ് മിഠായി ശേഖരിക്കുന്നതാണ്. ഒരു കടലാസിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അനുസരിച്ചു. കഥയെന്തെന്നറിയാതെ അയാൾ ഐസ് മിഠായിയുമായി അമ്പലപ്പറമ്പിലേക്ക് പോയി കച്ചവടത്തിൽ വ്യാപൃതനായി. അവിടെ അയാളുമായി സംസാരിച്ച് അരനാഴിക നേരമെങ്കിലും പാഴാക്കിയാൽ പെട്ടിക്കുള്ളിലെ 5-6 ഐസ് മിഠായി എങ്കിലും പഞ്ചസാര വെള്ളമായും പരിണമിക്കും. അമ്പലപ്പറമ്പിലെ കച്ചവടം കഴിഞ്ഞ് തുണിയിൽ കെട്ടിയ നാണയത്തുട്ടുകളുമായി വീട്ടിലേക്ക് മടങ്ങി. പിന്നീടും അദ്ദേഹം ഐസ് മിഠായി കച്ചവടം നടത്തിക്കൊണ്ടേയിരുന്നു. 1 വർഷവും 2 മാസവും കഴിഞ്ഞപ്പോൾ അടൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാൻ സമൻസ് വന്നു. അവിടെ 2 ജാമ്യക്കാരുമായി ചെന്നപ്പോഴാണ് അന്ന് ഐസ് മിഠായി എടുത്തത് മാധവൻ പിള്ള എന്ന ഫുഡ് ഇൻസ്പെക്ടറായിരുന്നുവെന്നും ഭക്ഷ്യവസ്തുവിൽ മായം ചേർത്തതിനുള്ള കേസാണ് ചാർത്തിയിരിക്കുന്നതെന്നും മുഹമ്മദ് കുഞ്ഞിന് മനസ്സിലായി. ഐസ് ഫാക്ടറി ഉടമയും പ്രതിയായെങ്കിലും മേൽവിലാസത്തിലെ പിഴവ് കാരണം ഒഴിവാക്കപ്പെട്ടു. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയാണ് ഒഴിവ് നേടിയത്. പത്രപ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ മുഹമ്മദ് കുഞ്ഞിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കത്തിത്തീരാത്ത കനലായി ഇന്നും കരളിലുണ്ട്. അന്ന് അടൂരിലാണ് മജിസ്ട്രേറ്റ് കോടതി. മായം ചേർത്ത ഐസ് മിഠായി വിറ്റതിൻ്റെ പേരിലാണ് ഞാൻ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്.
മനസാ വാച ഞാൻ ഒന്നും അറിയാത്ത കേസാണിത്. ഐസ് ഫാക്ടറിയിൽ പോയി ഐസ് മിഠായി വാങ്ങി ഉത്സവപ്പറമ്പിൽ വിൽക്കാൻ കൊണ്ടുപോയി. ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്ന് വക്കീൽ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. 55-ലെ മായം ചേർക്കൽ നിരോധന നിയമം കടുകട്ടിയാണ് പോലും. രണ്ടുപേരുമായി അടൂർ പോയി ജാമ്യമെടുത്ത് മടങ്ങി വന്നപ്പോൾ വക്കീൽ ഫീസ് ഉൾപ്പെടെ അന്ന് ചിലവായത് 350 രൂപ. 5 പൈസയുടെ ഐസ് മിഠായി കച്ചവടക്കാരനെ എനിക്ക് ഈ തുക എത്രയോ വലുതാണ്. ഭാര്യയുടെ ആകെ ഉണ്ടായിരുന്ന ഒരു തരിപ്പൊന്ന് ഇതിനു വേണ്ടി വിൽക്കേണ്ടി വന്നു. ഇതിനിടയിൽ പിതാവ് മരണപ്പെട്ടു. സമപ്രായക്കാരെല്ലാം ഗൾഫിൽ പോയി ധനാഢ്യരായി. അപ്പോഴും അയാൾ ഓരോ 1.5 മാസവും കൂടുമ്പോൾ വിളിക്കുന്ന കേസിൽ കുടുങ്ങി പാസ്പോർട്ട് പോലും എടുക്കാനാവാതെ വലഞ്ഞു വിയർത്ത് ജീവിച്ചു. വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ അകലത്തുള്ള അറൂർ കോടതിയിലേക്ക് പലപ്പോഴും അയാൾ നടന്നുപോയി. പൈപ്പ് വെള്ളം കുടിച്ച് വിശപ്പകറ്റി. ആരോടും പരിഭവമില്ലാതെ 12 കൊല്ലം കഴിഞ്ഞിട്ടും കേസ് എങ്ങും എത്തിയില്ല. കേസ് കരുനാഗപ്പള്ളി കോടതിയിലേക്ക് മാറ്റി. കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കൂ, ഇല്ല എങ്കിൽ ഈ ഊരാക്കുടുക്കിൽ നിന്ന് മോചിതനാക്കൂ എന്ന യാചനയുമായി കരുനാഗപ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ പിന്നെ ഒരു 15 കൊല്ലം. ഒന്നും സംഭവിച്ചില്ല. 5 മക്കൾ കൂടി ജനിച്ചു. സഹോദരിമാരെ കെട്ടിച്ചയച്ചു. പടപ്പനാലിലെ വീടും പുരയിടവും വിറ്റു. ചെറിയൊരു ചായക്കട തുടങ്ങി. കൃത്യമായ ഇടവേളകളിൽ പ്രതിക്കൂട്ടിൽ കയറി ഹാജർ വെച്ച് മടങ്ങുന്നത് പതിവാക്കിയതിനിടയിൽ ഹൃദ്രോഗബാധിതനായി. വക്കീൽ ഫീസും ഗുമസ്തപ്പടിയുമൊക്കെയായി ഒരുപാട് തുക 27 വർഷത്തിനിടെ ഐസ് മിഠായി വിറ്റ് കണ്ടെത്തി. ഹൃദ്രോഗം പിടിപെട്ടതോടെയാണ് ഐസ് മിഠായി കച്ചവടം നിർത്തി ചായക്കടക്കാരനായത്. രോഗം കലശലായതോടെ ചായക്കട പൂട്ടി. 97-ൽ ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി തുടങ്ങിയപ്പോൾ കേസ് അവിടേക്ക് മാറ്റി. അവിടെ 2 തരം ആശ്വാസമുണ്ടായിരുന്നു. വീടിനടുത്താണ് കോടതി എന്നത്. ഫീസില്ലാതെ കേസ് വാദിക്കാൻ അയൽവാസിയായ അർജുൻ വക്കീൽ തയ്യാറായത് 2ാമത്തെ ആശ്വാസം. പിന്നെയും 10 വർഷം ശാസ്താംകോട്ട കോടതിയിൽ. ഒടുവിൽ 61-ാം വയസ്സിൽ 2007 ജൂലൈ 8 വ്യാഴാഴ്ച പ്രതി മുഹമ്മദ് കുഞ്ഞിനെ വെറുതെ വിട്ടു കൊണ്ട് മജിസ്ട്രേറ്റ് വി ജയകുമാർ ഉത്തരവായി. ഇതിനിടയിൽ ഫുഡ് ഇൻസ്പെക്ടർ മാധവൻപിള്ള വിരമിച്ചിരുന്നു. വിധി വരുന്നതിന് 5 ആണ്ട് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. നീതിപീഠം കാണാവിലങ്ങിട്ട് നിർത്തി നീതി വൈകിച്ച് തകർത്തെറിഞ്ഞൊരു ജീവിതത്തെ ഞാൻ പരിചയപ്പെട്ടത് 2008-ലാണ്. എൻ്റെ സ്വന്തം ജീവിതത്തെ എന്തിനാണ് ഇങ്ങനെ കശക്കി എറിഞ്ഞതെന്ന് ഇതേവരെ മനസ്സിലായിട്ടില്ലെന്ന് ഒട്ടൊരാത്മരോഷത്തോടെ മുഹമ്മദ് കുഞ്ഞ് ആത്മകഥം ചെയ്തതെന്നും കാതിലുണ്ട്. 1000 അപരാധി ഒരു നിരപരാധി എന്നൊക്കെ പ്രാസമൊപ്പിച്ച് നമ്മളൊക്കെ ഒതളങ്ങിയ വലിപ്പത്തിൽ പുലമ്പുന്നത് കേട്ടപ്പോഴൊക്കെ ആ നിസ്സഹായൻ എന്താവും ചിന്തിച്ചിട്ടുണ്ടാവുക. കിട്ടാത്ത നീതിയാണെന്ന് പറയാറുണ്ടല്ലോ. ഇനി പറയൂ, മുഹമ്മദ് കുഞ്ഞെന്ന ഐസ് മിഠായി കച്ചവടക്കാരൻ നിത്യതയിലേക്ക് മടങ്ങിയത് അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന നീതി കിട്ടിയിട്ടാണോ അല്ലയോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. ഇതൊരു മുഹമ്മദ് കുഞ്ഞിൻ്റെ കഥയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ വന്നത്. ഇതുപോലെ ഒരുപാട് മാധവൻപിള്ളമാർ പല രീതിയിൽ വെറും നിരപരാധികളായ വെറും അല്പ ജീവിതക്കാരായ മനുഷ്യരുടെ മേലാണ് ഇവരൊക്കെ അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനേക്കാൾ വലിയ മായക്കടം മായം വിൽക്കുന്നവരുടെ ഒരു രോമത്തിൽ തൊടാൻ ഒരു മാധവൻപിള്ളയ്ക്കും കഴിയില്ല. അവിടെ പേരല്ല പ്രസക്തി, അതൊരു മനോഭാവത്തിൻ്റെ പേരാണ്. അതിനിരയായത് ഈ സംവിധാനത്തിലാണ്. ഇവിടെ മുട്ടൻ നീളത്തിലുള്ള നീതിയുണ്ടെന്നും പരലോകവും മരണാനന്തരവും ഒക്കെ എന്ത് നീതി വരാനാണെന്നും വിശ്വസിച്ച് പുലമ്പുന്ന വിഡ്ഢികൾക്ക് മുന്നിൽ ഇതുപോലെ ചില സാധാരണ മനുഷ്യരുടെ ജീവിതം കൂടി ചേർത്ത് വെക്കണം. ഇവർക്ക് എവിടെങ്കിലും ഒരു ജീവിതം കിട്ടണ്ടേ? ഇവർക്ക് എവിടെങ്കിലും ഇവരോട് കാണിച്ച അനീതിക്കും ഇത്തരത്തിലുള്ള ദ്രോഹത്തിനും ഒരു പരിഹാരമായ സ്വന്തം ജീവിതമെങ്കിലും ജീവിക്കാൻ കഴിയണ്ടേ? അതിനൊരു ലോകമുണ്ടായില്ലേ മതിയാവും. അതെ, ഇതുപോലുള്ള മനുഷ്യരെ വേട്ടയാടിയവരും അതേ പടച്ചവൻ്റെ മുന്നിലുണ്ട്. അവിടെയാണ് നീതിപൂർവമായുള്ള വിചാരണ നടക്കുക, വിധി പറയുക.